ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എല്ലാവർക്കും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 9 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ബ്രെഡിൻ്റെ അരികെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ബ്രെഡിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള 4 മുട്ടയാണ്. ബ്രെഡിൻ്റെ അളവനുസരിച്ച് മുട്ടയുടെ എണ്ണം കുറക്കാം. കുറച്ച് ബ്രെഡ് ഉള്ളെങ്കിൽ 3 മുട്ട മതിയാകും, അല്ലെങ്കിൽ 2 മുട്ട മതിയാകും. ബ്രെഡിൻ്റെ എണ്ണ അനുസരിച്ച് നമുക്ക് കുറക്കാവുന്നതാണ്. ഇതിലേക്ക് മുട്ടയുടെ ചുവയാണ് അധികം എടുത്ത് നിൽക്കുക, അതുകൊണ്ട് മുട്ടയുടെ എണ്ണം ബ്രെഡിനനുസരിച്ച് നമുക്ക് കുറക്കാം. നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ബീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ വിസ്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്ത് അങ്ങനെ മതി. നമുക്കത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ ബ്ലെൻഡായാലും മതി. ഇതിലേക്ക് മിക്സിയിലേക്ക് നമ്മൾ ഇളക്കി വെച്ച മുട്ടയും നമ്മളെടുത്ത് വെച്ച ബ്രെഡൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് ആണ് ഇട്ടിച്ച്. വാനില എസൻസ് വേണം നിർബന്ധമൊന്നുമില്ല. വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി, അതൊരു ഫ്ലേവറിന് ഇടുന്നതാണ്. ഇതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് ഞാൻ ഒഴിക്കുന്നത്. കണ്ടൻസ് മിൽക്കും അതിൻ്റെ ആവശ്യമില്ല, ഇല്ലാത്തവർക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടൻസ് മിൽക്കിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നുള്ളൂ. അതിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടായപ്പോൾ ഞാൻ അത് ഒഴിച്ച് കൊടുത്തതേ ഉള്ളൂ. എന്തായാലും ഷുഗറിനേക്കാളും ടേസ്റ്റ് ഒന്നും കൂടി കണ്ടൻസ് മിൽക്ക് തന്നെ ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്ലാസ് പാലും കൂടിയാണ്. നമുക്കത് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാലും കൂടി ഇതിലേക്ക് ആവശ്യമാണ്. ഞാൻ ഒഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് 2 ഗ്ലാസ്സായിട്ട് ഒഴിക്കുന്നത് തോന്നും, പക്ഷേ ഒരു ഗ്ലാസ്സാണ് ഒഴിച്ചത്. അത് പൊസിഷൻ മാറിയപ്പോൾ 2 ഗ്ലാസ്സായി തോന്നുകയാണ്. അത് നല്ലോണം നമ്മൾ അരച്ചെടുക്കുക. ഇത് നമുക്ക് അരിച്ചൊഴിക്കാനുള്ളതാണ്. ഇതിലെ തരി പോലെ, ബ്രെഡിൻ്റെ തരി പോലെ ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ അരിച്ചൊഴിക്കണം. പിന്നെ അടുത്ത പരിപാടി, ഇതിലേക്ക് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഷുഗറും ഒരിച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം കുറുക്കി കരിയാതെ കാരമലൈസ് ചെയ്തെടുക്കുക. കളർ കുറച്ച് ഡാർക്കായി തുടങ്ങുമ്പോൾ തന്നെ മാറ്റി വെക്കണം, കാരണം അധികം ഓവറായത് കരിഞ്ഞ് കയ്പ്പ് രസം മാതിരിയാകും. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ഈ രൂപത്തിലൊക്കെ ആകുമ്പോൾ എടുത്ത് ഓഫാക്കിയിട്ട് നമ്മൾ ആ ടിന്നിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കണം, കാരണം അത് വെച്ചാൽ അപ്പോൾ കട്ടിയാകും. അതുകൊണ്ട് നമ്മൾ നേരെ ആ പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ആവിയിലാണ് വേവിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ആവി വേവിക്കാണ്ട് ഇഡലി പാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതൊന്ന് തീ കത്തിച്ച് വെക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ച മിക്സ് ഇല്ല, അത് ഇതിലേക്ക് അരിച്ച് കണ്ട് ഒഴിച്ച് കൊടുക്കുക. ഈ ടിന്നിലേക്ക് നമ്മൾ അരിച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ വെള്ളം കുറച്ച് തിളക്കാനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ആ കേക്ക് ടിന്ന് അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ തന്നെ പുഡിങ് റെഡി ആയിട്ടുണ്ടാകും. നമുക്ക് വേണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം, അല്ലാതെയും കഴിക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് പുഡിങ് ഉണ്ടാക്കണമെങ്കിൽ പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത്രയും സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റിയാണ്.